ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് നാം പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഓർത്തതുപോലെ യഹോവ എത്ര നല്ലവൻ തന്നാശ്രിതർക്ക് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെയും സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുകൊണ്ടുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ലഭിച്ച പ്രകാശനം നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോൾ പ്രായമുള്ള പലർക്കും അത് പിന്തുടരുന്നതിൽ ഇത്തിരി പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പ്രകാരം ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് എനിക്ക് തന്ന പ്രകാശനം ഞാനത് കുറിച്ചിട്ടുള്ളത് പ്രിൻ്റുകളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നാം ഈ ലേഖനത്തിൽ ആവർത്തിച്ച് വരുന്ന അനേക പദങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ലേഖനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പദമാണ് കൃപ എന്നുള്ളത്. മറ്റൊരു കാര്യം, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാനായിട്ട് ഈ അധ്യായങ്ങളിലൂടെ ശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ നല്ല മാതൃക പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയും എനിക്ക് ബോധ്യപ്പെട്ടു. അതിൽ നിന്ന് സത്യകൃപയിൽ നിലനിൽക്കുക, ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. സത്യകൃപയിൽ നിലനിൽക്കുക സമം വിശ്വാസത്തിലായിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിൽ തുടരുക, കർത്താവിൻ്റെ ശക്തി അനുദിനം പ്രാപിച്ച് വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പത്രോസ് അതിനൊരു വിശേഷണ പദം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് ഞാനൊന്ന് എല്ലാ ദിവസങ്ങളും ക്ലാസ്സുകളിലും ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ, അവരുടെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1-2 വാക്യങ്ങളിൽ നിന്ന്, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചിന്തകൾ നാം ചിന്തിച്ച് കഴിഞ്ഞതാണ്. ഇന്ന് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില സത്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിച്ചുണർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഈ വായിച്ച വാക്യങ്ങളിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു ക്രിയാപദവും ആ പദത്തോട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റു ക്രിയാപദങ്ങളും നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, അത് നാം ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കൂടെ കൂടെ കേൾക്കേണ്ടതും അനുദിനം പാലിക്കേണ്ടതുമായ ഒരു സത്യമാണത്. ആ ആവർത്തിച്ച് വരുന്ന പദം നിങ്ങൾ കാണുന്നത് പോലെ വിശുദ്ധരാകുവിൻ, വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പാഠം ഇങ്ങനെ ചിന്തിക്കാം: സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതാണ്. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ സാധിക്കും? അതിൻ്റെ ചില രഹസ്യങ്ങളാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്കറിയാവുന്നത് തന്നെ ഒന്ന് ക്രമത്തിൽ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു സവിശേഷത ഈ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. എങ്ങനെ അത് സാധിക്കും? അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അതിൽ നിന്ന് 1-ാമത്തെ പാഠം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 13-ാമത്തെ വാക്യം: ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ
നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളൂ. നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും, കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അത് നമുക്കിങ്ങനെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ ഞാനും നിങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ കോൺസെൻട്രേഷനുള്ള ജീവിതം ശുദ്ധിയുള്ള ജീവിതത്തിനെ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഈ പ്രധാന ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ നാം വായിച്ചത് 13-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ള ഈ 13-ാമത്തെ വാക്യം നാം ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ലഭിച്ച ചില കുറിപ്പുകൾ ആദ്യം പറഞ്ഞിട്ട് ഈ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒന്നാമത് ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്നതിൽ പ്രത്യാശ വയ്ക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്നതിൽ പ്രത്യാശ വയ്ക്കണം. എന്താണ് വരുവാനുള്ളത് അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒറ്റ വായനയിൽ നാം വായിച്ചു പോകും. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിർത്തി പറയുന്നേ ഉള്ളൂ. എന്താണ് വരുവാനുള്ളത്? വളരെ ഇമ്പമുള്ള ഒരു ഒരു ശബ്ദമാണ്. നാം പാടാറുണ്ട്, കൃപ മനോഹരം ചെവിക്ക് ഇമ്പസ്വരം. അപ്പോൾ വരുവാനുള്ള കൃപയിലാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ, നാം ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളിൽ ചിന്തിച്ചതുപോലെ നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇനി നാം രക്ഷിക്കപ്പെടാൻ പോകുന്നത് അതും കൃപയാലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? നമുക്കറിയാം, യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്കറിവുള്ള കാര്യമാണെങ്കിലും ഒന്ന് പറഞ്ഞ് എടുത്ത് വായിച്ചു പോകുന്നത് പ്രയോജനകരമായിരിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അപ്പോൾ വരുവാനുള്ള കൃപ എന്ന് പറയുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നാം അവനോട് സദൃശന്മാരാകും. ഈ പരിമിതിയുള്ള ഈ ബലഹീനമായ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. രക്ഷ പൂർണ്ണമായി നിറവേറും. വീണ്ടെടുപ്പിൻ്റെ വേല പൂർണ്ണമായിട്ട് നിറവേറും. ആ കൃപയിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ടാണ് അപ്പോസ്തലനായ പത്രോസ് അനുവാചകരോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളും നമ്മുടെ കർത്താവിനെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കർത്താവ് വരുമ്പോൾ നാം അവനെ കാണും. നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യരായിത്തീരും. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ഈ പാപത്തോടുള്ള പോരാട്ടം എന്നേക്കുമായി അവസാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ വിശുദ്ധിയിൽ നിത്യകാലം കഴിയും എന്നുള്ള സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപയിൽ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ തന്നെ കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ആശയവും, അല്ലെങ്കിൽ കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ള ആ ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും, ആ ഉറച്ച ബോധ്യവും നിശ്ചയവുമുള്ളവരായിട്ട് നാം ഇന്ന് ജീവിക്കണം എന്നുള്ള സത്യവും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്നുള്ള അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിനെ സ്നേഹിച്ചുകൊണ്ടാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് ഇത്തരണത്തിൽ നല്ലതാണ്. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നാം ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ നാം വായിച്ചു 8-ാം വാക്യത്തിൽ, ഇപ്പോൾ നാം ചെയ്യുന്നൊരു കാര്യമാണ് അവിടെ പത്രോസ് പറയുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു.
നാം കർത്താവിനെ ഇതുവരെ കണ്ടിട്ടില്ല. കാണാതെ നാം വിശ്വസിക്കുന്നു. അത് ഭാഗ്യകരമാണ്, അത് ആനന്ദകരമാണ്. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാം ഇപ്പോൾ കർത്താവിനെ കണ്ടിട്ടില്ല. നാം കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുകയാണ്. എന്നാൽ നാം നേരത്തെ വായിച്ച യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം അവനെ കാണും എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്ന് പറയുന്നതിൽ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാം അവനെ കാണും എന്നുള്ളതാണ്. നാം അവനെ കാണും. ഇതുവരെ നാം അവനെ കണ്ടിട്ടില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും നാം ഇതുവരെ അവനെ കണ്ടിട്ടില്ല. എന്നാൽ നാം അവിടെ വായിക്കുന്നത് താൻ ഇരിക്കും പോലെ തന്നെ അവനെ കാണുന്നവരാകുക കൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പം നാം അവനെ കാണും എന്നുള്ള ആ ഉറപ്പും നിശ്ചയവും ആ സന്തോഷവും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ വരവ്. അപ്പോൾ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശയും പ്രത്യാശയും വയ്ക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. അവൻ മാത്രമാണ് അതിന് യോഗ്യൻ എന്നുള്ള ഒരു ആശയവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതേ ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആശയും പ്രത്യാശയും ഈ മരുയാത്രയിൽ വയ്ക്കാൻ കൊള്ളാകുന്ന ഒരു കർത്താവിലാണ് നാം അനുദിനം ചാരിക്കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാക്യം തുടങ്ങുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 13-ാമത്തെ വാക്യം ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആകയാൽ. അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്, അതിന് മുകളിൽ, ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന വിഷയവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ച അല്പം ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷ അത് പഴയ നിയമ പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചതാണ്. എങ്ങനെയുള്ള വ്യക്തിയാണ്, ഏതാണ് സമയം എന്ന് അവർക്ക് ലഭിച്ച പരിമിതമായ ആ ഭാഗികമായ വെളിപ്പാടിൽ അവർ അത് ആരാഞ്ഞന്വേഷിക്കാനിടയായിട്ട് തീർന്നു. പക്ഷേ അവർക്ക് അത് കാൽവരി മലയും ഒലിവ് മലയും അതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ നാം കഴിഞ്ഞ ഞായറാഴ്ച CL ജോണി ചേട്ടൻ സങ്കീർത്തനം 23 നിന്ന് ചിന്തിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ താഴ്വര, ഈ കൃപാകാലഘട്ടം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ഇത്ര വലിയ രക്ഷ, ആ രക്ഷയുടെ മഹത്വം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ വരവിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാകണം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് രക്ഷ തന്ന ആ രക്ഷകൻ്റെ വരവിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഈ സത്യങ്ങളൊക്കെ നമ്മെ സഹായിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം എന്നുള്ളതാണ്. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. നാം അവിടെ അങ്ങനെ വായിക്കുന്നുണ്ട്, പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. പൂർണ്ണ പ്രത്യാശ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്നും പെർഫെക്റ്റ്ലി എന്നും മലയാളത്തിൻ്റെ മറ്റു ഭാഷകളിലെ സംശയിക്കാതെ, സംശയിച്ചല്ല, പാതി മനസ്സോടെയല്ല എന്നുള്ള ആശയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആ പ്രത്യാശ പൂർണ്ണമായിട്ടും അവനിൽ വെക്കണം എന്നുള്ള ആശ, വെക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സത്യം മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ചത് അബ്രഹാമിൻ്റെ ജീവിതമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി ആശ വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അറിവുള്ള കാര്യമാണെങ്കിലും സന്ദർഭവശാൽ നമുക്കതൊന്ന് വായിച്ചു പോകാം. റോമർ 4-ന്റെ 17, 18, 19. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി വണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ജയിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല.
ഇവിടെ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചിരുന്ന അബ്രഹാമിൻ്റെ ചരിത്രം വിശ്വാസത്താലുള്ള നീതീകരണത്തിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലെ 2 ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് പൗലോസ് വിശദീകരിക്കുമ്പോൾ പരാമർശിച്ച ഭാഗമാണ് നാം വായിച്ചത്. ദൈവത്തിൽ പൂർണ്ണമായി തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും പൂർണ്ണമായി ദൈവത്തിൽ ആശ വെച്ച അബ്രഹാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാമും നമ്മുടെ കർത്താവിൻ്റെ വരവിൽ ആ അളവിൽ അബ്രഹാമിനെ പോലെ പൂർണ്ണമായി ആശ വയ്ക്കുവാൻ, പ്രത്യാശ വയ്ക്കുവാൻ ഇടയായിട്ട് തീരണം. മാത്രമല്ല, ഇത് പൂർണ്ണ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്കറിയാം. റോമാലേഖനം 8:29-30 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായ പ്രത്യാശ വയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഒരു പൂർത്തീകരിക്കപ്പെട്ട ഒരു ക്രിയയായിട്ടാണ് അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൂർത്തീകരിച്ച ഒരു പ്രവൃത്തിയാണിത്. എന്ന് വെച്ചാൽ തേജസ്കരണം സ്ഥാനീയമായി ദൈവത്തിന് പ്രസൻറ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ദൈവിക ദൃഷ്ടിയിൽ അത് നിറവേറിയിരിക്കുകയാണ് സ്ഥാനീയമായി. എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് അത് പൂർത്തീകരിക്കാനായിട്ട് പോകുന്നു എന്നേ ഉള്ളൂ. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ആ പ്രത്യാശയിൽ കർത്താവിൻ്റെ വരവിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുവാൻ അബ്രഹാമിനെ പോലെ നമുക്കും ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഈ 13-ാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോൾ, അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാകിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതാണ്. എങ്ങനെ അത് സാധിക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ പ്രധാന തലക്കെട്ടുകളായി പറയാമെന്ന് ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ 13-ാം വാക്യത്തിൽ നിന്ന് തന്നെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അവിടെ നാം കാണുന്നത് ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് എന്നുള്ളതാണ്. മനസ്സ് ഉറപ്പിച്ച്. അപ്പോൾ ഇവിടെ കുറേ ക്രിയാപദങ്ങളുണ്ട്. എന്നാൽ ഈ ക്രിയാപദങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ആ വിശുദ്ധരാകുവിൻ, വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അത് ക്രമീകരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അരുമനാഥൻ്റെ വരവിനെ നാം സ്നേഹിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അവൻ്റെ വരവിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം അനുദിനം കാഴ്ചവെക്കുമ്പോഴാണ്. അതിനായിട്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പത്രോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിന് ആദ്യമായിട്ട് പത്രോസ് ഇവിടെ പറയുന്നത് മനസ്സ് ഉറപ്പിക്കണം എന്നുള്ളതാണ്. മനസ്സ് ഉറപ്പിക്കണം. കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തന്നിട്ടുള്ള മനസ്സിൻ്റെ അരക്കെട്ട് ഉറപ്പിക്കണം എന്നാണ് ഒരു ഭാഷാന്തരത്തിൽ വായിക്കാനിടയായിട്ട് തീർന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഏകീകരിക്കുക, ശിക്ഷണമുള്ള ചിന്തകളുള്ളവരാകുക എന്നൊക്കെയാണ് മനസ്സുറപ്പിക്കുക എന്നുള്ളതിനെ അർത്ഥമായിട്ട് വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ ഏകീകരിക്കുക, ശിക്ഷണമുള്ള മനസ്സുള്ളവരാവുക. ശിക്ഷണമുള്ള, ഡിസിപ്ലിനുള്ള ചെയ്യുന്ന ഒരു മനസ്സുള്ളവരായിട്ട്, ചിന്തകളുള്ളവരായിട്ട് നാം മാറണം എന്നുള്ളതാണ്. ഇവിടെ മനസ്സ് ഉറപ്പിക്കുക അല്ലെങ്കിൽ അരകെട്ടുക, മനസ്സിൻ്റെ അരകെട്ടുക എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ കെട്ടുന്നത് ലൂസായിട്ടുള്ളതാണ്, അഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ് കെട്ടേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രകൃതം അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ലൂസാകാനായിട്ട് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാൻ, അങ്ങനെയാണ് പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുള്ള നമ്മുടെ മനസ്സിനെ നാം ഡിസിപ്ലിൻ ചെയ്യണം, അതിനെ ശിക്ഷണത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിൻ്റെ അരമുറുക്കണം എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള പല വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ചില കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12:11 നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12:11. അരക്കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം.
തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം, അത് യഹോവയുടെ പെസഹാകുന്നു. മിസ്രൈമിൽ നിന്ന് ഫറവോൻ്റെ ആ അടിമത്വത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുവാനായിട്ട് ദൈവം അവരൊരുക്കുമ്പോൾ ആ പെസഹയുടെ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറയുന്നത് അരക്കെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ അരക്കെട്ടുക എന്നുള്ളത് ഒരു രൂപകാലങ്കാരമായിട്ടാണ് പത്രോസ് ഇവിടെ മനസ്സിനെ കെട്ടുക, മനസ്സിനെ ഉറപ്പിക്കുക, ലൂസായി പോകാൻ സാധ്യതയുള്ള, കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാൻ സാധ്യതയുള്ള ഈ മനസ്സിനെ കെട്ടുക എന്നുള്ള പ്രയോഗം ഇവിടെ പത്രോസ് ഉപയോഗിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മുൻഗണനകളെ ശരിയാക്കുക. ഒരു എഴുത്തുകാരൻ അങ്ങനെയാണ് ഇതിനെ കമൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുൻഗണനകളെ ശരിയാക്കണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്നതൊന്നും നമ്മെ ബാധിക്കരുത്. കർത്താവിൻ്റെ വരവിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്നതൊന്നും നമ്മെ ബാധിക്കാത്ത ഒരു ജീവിതശൈലി ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും നാം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പത്രോസിൻ്റെ അനുവാചകരെ കുറിച്ച് നാം ഒരു ക്ലാസ്സിൽ ഓർത്തതാണ്. എന്തുമാത്രം പ്രതികൂലങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ കെട്ട് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, മനസ്സ് ഉറപ്പിക്കുക. കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അത് അനുപേക്ഷണീയമാണ്, അത് അനിവാര്യമാണ് എന്ന് ഇവിടെ പറയുകയാണ്. എഫെസ്യ ലേഖനം 6:14 വായിക്കേണ്ട നമുക്കറിയാം. സർവായുധ വർഗത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. അവിടെ പറയുന്ന പ്രയോഗം സത്യം അരക്കി കെട്ടണം എന്നാണ്. സത്യം അരക്കി കെട്ടണം. അതും ഒരു രൂപകാലങ്കാര പ്രയോഗമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, ഒരു റോമൻ പടയാളി യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് അവൻ്റെ ബെൽറ്റ് അവൻ കെട്ടുവാനായിട്ട് ഇടയായിട്ട് തീരുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ദുഷ്ടനായ പിശാചിനോടും അവൻ്റെ ആ സേനകളോടുമുള്ള പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അരകെട്ടണം, മനസ്സിനെ ബെൽറ്റ് ഇട്ട് മുറുക്കണം, ലൂസായി പോകാൻ ഇടയാകരുത് എന്നുള്ള ആശയമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് പറയുന്നുണ്ട്, 3:2 ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ കർത്താവിനെ കുറിച്ചും ഇതേ സമാനമായ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 വാക്യം അതിനാധാരമായി നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9:51. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. ഓക്കെ, അപ്പോൾ കർത്താവ് ആരോഹണത്തിനുള്ള കാലം തികയാറായി എന്ന് അവന് മനസ്സിലായി, അവനറിയാം. അപ്പോൾ യെരൂശലേമിലേക്കാണ് പോകേണ്ടത്, അവിടെയാണ് അത് സംഭവിക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൃഢനിശ്ചയം, തുടർന്ന് അനേക പ്രയോഗങ്ങൾ തിരുവെഴുത്തിൽ ഈ മനസ്സുറക്കുക, അരകെട്ടുക എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകാൻ, നമ്മുടെ മനസ്സ് ലൂസാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്, അത് അരകെട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ള ആശയമാണ് ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു റോമൻ പടയാളി യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ താൻ ആ ബെൽറ്റ് ധരിക്കുമോ അതുപോലെ സത്യമെന്ന ബെൽറ്റ് അരക്കി കെട്ടി എന്നുള്ള നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ കെട്ടുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നാമും ഈ പോർക്കളത്തിൽ പരാജയപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒറ്റ വായനയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്, മറ്റൊരു ക്രിയാപദം നിർമ്മതരായി എന്നുള്ളതാണ്. നിർമ്മതരായി, സെൽഫ് കൺട്രോൾ, സംയമനം പാലിച്ച് അല്ലെങ്കിൽ ആത്മനിയന്ത്രണമുള്ളവരായി, ശാന്തമായി, സ്ഥിരമായി, നിയന്ത്രിതമായി, മനസ്സിൻ്റെ
സ്ഥിരത അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ എന്നൊക്കെ നമുക്ക് സുബോധത്തോടെ എന്നൊക്കെ നമുക്ക് ആശയം പല ഭാഷാന്തരങ്ങളിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ ആശയം തന്നെ 4:7 ഈ ലേഖനത്തിൻ്റെ തന്നെ 4:7 വായിക്കുന്നുണ്ട്. അവിടെ അതൊന്ന് വായിക്കാം. 4:7. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. 5:8. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിർമ്മതരായിരിക്കണം, അല്ലെങ്കിൽ സുബോധമുള്ളവരായിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം, ആത്മസംയമനം പാലിക്കണം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അക്ഷരാർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ജെ വെർണോൻ മക്കി എന്ന് പറയുന്ന കർത്തൃദാസിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: മദ്യലഹരിയിൽ നിന്ന് ഒഴിവായത് എന്നർത്ഥം. മദ്യലഹരിയിൽ നിന്ന് ഒഴിവായത്. അദ്ദേഹം പിന്നീട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കമൻ്റ് ഇപ്രകാരമാണ്: മദ്യമോ മയക്കുമരുന്നോ താങ്കൾക്ക് ആവശ്യമില്ല, ഒരു വിശ്വാസിക്ക് ആവശ്യമില്ല. പിന്നെ ദൈവവചനം മതി താങ്കളെ ചലിപ്പിക്കുവാൻ. അപ്പോൾ നമുക്കറിയാം, ഈ നിർമ്മതരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ സുബോധം പോകുന്ന ഒരവസ്ഥയാണ് മദ്യം ഉപയോഗിക്കുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും. അങ്ങനെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഈ പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുബോധമില്ലാത്തവരായി ആ രീതിയിൽ പോകേണ്ടവരല്ല, മറിച്ച് തിരുവെഴുത്തിനാൽ ചലിപ്പിക്കപ്പെടുന്നവരായി നാം മാറണം. അതല്ലാതെ ഈ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ലഹരികളെ നാം എടുക്കേണ്ടതില്ല എന്നുള്ള പദങ്ങൾക്ക് എന്നുള്ള ആശയം വരുന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ നാം തിരുവെഴുത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ സുബോധമുള്ളവരാകണം എന്ന് മനസ്സിലാക്കാനായിട്ട് തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സത്യം, അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം 3 ഉപമകൾ വായിക്കുന്നുണ്ട്. അതിൽ സ്നേഹനിധിയായ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമയിൽ 2 മക്കളുള്ള ആ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ തൻ്റെ ഇളയ മകനെ കുറിച്ച് വായിക്കുന്നത് അവൻ സുബോധമില്ലാത്തവനായിരുന്നു. എന്നാൽ അവൻ സുബോധമുള്ളവനായിട്ട് തീർന്നു. നാം അത് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. സുബോധം വന്നിട്ട് എന്ന് നാം അവിടെ വായിക്കുന്നു. 17-ാമത്തെ വാക്യം 15:17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. സുബോധമില്ലാത്ത അല്ലെങ്കിൽ നിർമ്മത ഇല്ലാത്ത ഒരവസ്ഥയിൽ അവൻ ജീവിച്ച കാര്യം 13, 14, 15 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15 ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു, എല്ലാം ചെലവഴിച്ചു. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുബോധം വന്നപ്പോഴുള്ള അവൻ്റെ അവസ്ഥ, സുബോധമില്ലാത്തപ്പോഴുള്ള അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ സുബോധത്തോടുകൂടെ ആ മകനെ പോലെ, ഇളയ മകനെ പോലെ സുബോധം വന്നപ്പോൾ അവൻ ചെയ്ത കാര്യം പിതാവിങ്കിലേക്ക് മടങ്ങി വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. തന്നെ കുറിച്ചിട്ടുള്ള തൻ്റെ ആ തെറ്റിനെ കുറിച്ചിട്ടുള്ള ആഴമായ ആ ബോധം തന്നെ ഭരിക്കുകയും അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ സുബോധമുള്ളവരാകണം എന്ന് പറയുമ്പോൾ തിരുവെഴുത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വ്യാഖ്യാതാവ് ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളാൽ ലഹരി പിടിച്ചവരെ പോലെ സ്വാധീനിക്കപ്പെടുവാൻ ഇടയാകരുത്. ഈ ലോകത്തിലുള്ള, ഇപ്പം നമുക്കറിയാം, നാം ആ ഇളയ മകനെ, പിതാവിൻ്റെ ഇളയ മകനെ പോലെ ദുർനടപ്പുകാരായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞ് അങ്ങനെയൊന്നും ജീവിക്കുകയില്ല. പക്ഷേ പകരമായിട്ട് നമ്മുടേതായിട്ടുള്ള സുബോധം നഷ്ടപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് നാം എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോക സിസ്റ്റമാണ്. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നമ്മെ സ്വാധീനിച്ച്, നമ്മെ ആകർഷിച്ച് നാം അതിനോട് കൂടെ നിരന്തരമായ സമ്പർക്കത്തിൽ, നമുക്കറിയാം, അങ്ങനെ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു വേർപാട്
നാം നേരത്തെ ചിന്തിച്ചതുപോലെ ആ വരുവാനുള്ള കൃപയിലാണ് സാധിക്കുക. അതുവരെ നാം ഈ ലോകവുമായി നിത്യം ഇടപഴകി ജീവിക്കേണ്ടവരാണ്. അങ്ങനെ നാം ഇടപഴകി ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ അതിൻ്റെ നല്ല വശങ്ങളുണ്ട്, എന്നാൽ പലപ്പോഴും അതിൻ്റെ തെറ്റായ മേഖലകൾ നമ്മെ സ്വാധീനിക്കുകയും അങ്ങനെ ലഹരി പിടിച്ചവരെ പോലെ, സുബോധം നഷ്ടപ്പെട്ട ഇളയ മകനെ പോലെയുള്ള പെരുമാറ്റങ്ങൾ എന്നിലും നിങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുബോധമുള്ളവരാകണം. അങ്ങനെയുള്ള പെരുമാറ്റം വന്നാൽ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയായാൽ ശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ സുബോധമുള്ളവരാകണം, നിങ്ങൾ നിർമ്മതരാകണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു എഴുത്തുകാരൻ എഴുതിയതിൽ നിന്ന് ഞാനത് എടുത്തിട്ടുള്ളതാണ്. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കർത്താവിനേക്കാൾ കൂടുതൽ നിങ്ങളെയോ നിങ്ങളുടെ ഭാര്യയെയോ മക്കളെയോ സ്നേഹിക്കുമ്പോൾ നാം സുബോധമില്ലാത്തവരെ പോലെ പെരുമാറുന്നവരാണ്. എന്ന് വെച്ചാൽ കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ നാം മറ്റെന്തിനേയും സ്നേഹിക്കുമ്പോൾ നാം ആ ഇളയ മകനെ പോലെ, പിതാവിൽ നിന്ന് അകന്നു പോയ ആ സന്ദർഭത്തിൽ ഇളയ മകൻ പെരുമാറിയതുപോലെ സുബോധമില്ലാത്തവരായി പെരുമാറുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകി. അതും കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ആശയത്തിലേക്ക് പോവുകയാണ്. പത്മോസ് ദ്വീപിൽ ഏകനായി കിടന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യം പുസ്തകമുള്ളവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിട്ടാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സുബോധമുള്ളവർക്ക് മാത്രമേ അനുദിനം കർത്താവേ നീ വരണമേ എന്ന് പറയാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ നമ്മുടെ ഈ ലോകത്തോടുള്ള അനുദിനമുള്ള ഈ പറ്റുമാനത്തിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഈ സമ്പർക്കം അത് നമ്മെ വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ട് പലപ്പോഴൊക്കെ നാം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിൽ തന്നെയും വാസ്തവത്തിൽ ഈ യോഹന്നാൻ അപ്പോസ്തലനെ പോലെ കർത്താവേ വരണമേ എന്ന് പറയാൻ ആത്മാർത്ഥമായി സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ സുബോധമുള്ള ഒരു വ്യക്തിയുടെ മകുടോദാഹരണമായി യോഹന്നാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുകയാണ്, വളരെ പ്രതികൂലമായ അവസ്ഥയിലാണ്. പക്ഷേ അവൻ സുബോധമുള്ളവനായിരുന്നു. അവൻ്റെ ആ മനസ്സ് എപ്പോഴും കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനായിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം അവൻ്റെ ജീവിതം ശുദ്ധിയുള്ളതായിരുന്നു. ശുദ്ധിയായി സൂക്ഷിപ്പാൻ അവൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഉൾത്തടത്തിൽ നിന്ന് ആ തേങ്ങലായി ആ വാക്ക് വരുന്നത്, കർത്താവായ യേശുവേ വരണമേ എന്നുള്ളൂ. നമുക്കും ആത്മാർത്ഥമായി അത് പറയാൻ സാധിക്കണമെങ്കിൽ സുബോധത്തോടു കൂടെ ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. ആ ഇളയ മകൻ സുബോധം വന്നപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. നമ്മൾക്കും സുബോധമുണ്ടെങ്കിൽ എപ്പോഴും ആ തൃപ്പാദം അണയാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. മനസ്സുറപ്പിക്കണം, അതുപോലെ തന്നെ സുബോധമുള്ളവരാകണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് നാം വായിക്കുന്നത് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്നുള്ള അതേ ശൈലിയാണ് മാതൃകയാക്കാതെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, മാത്രമല്ല നാം അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അപ്പോൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, അല്ലെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ അനുസരണമുള്ള മക്കളായിട്ട് നാം ജീവിക്കണം.
അപ്പോൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഈ ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ നാം ആരാധനയോടുള്ള ബന്ധത്തിലാണത് പറയുന്നതെങ്കിൽ തന്നെയും അനുദിന ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ എന്താണ് ആ പ്രയോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. 2:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണെങ്കിൽ വായിക്കേണ്ടത്, ഞാൻ തന്നെ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അപ്പോൾ അജ്ഞാന കാലത്തുണ്ടായിരുന്ന ജീവിതശൈലി ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് പോയവരായിരുന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നവരായിരുന്നു. മാത്രമല്ല, അടുത്ത വാക്യമാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്ത്, പൗലോസിൻ്റെ ആ പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ഒരു ജീവിതശൈലി ഇപ്രകാരമുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യാസം ക്രിസ്തുവിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഞാനിത് എടുത്ത് വായിക്കാനായിട്ടിടെ. ഇപ്പോഴും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യാനാണ് നാം പലപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഞാൻ സ്വയത്തെ മരിപ്പിക്കണം എന്നുള്ള തലക്കെട്ട് കൊടുത്തത്, പഴയ കാലത്ത് നാം ജീവിച്ചത് നമ്മുടെ സ്വയത്തെ അനുസരിച്ചു കൊണ്ടായിരുന്നു. എന്നാൽ നാം കർത്താവിനുള്ളവരായിത്തീർന്നത് കൊണ്ട്, കർത്താവ് ഇത്ര വലിയ രക്ഷ തന്നതുകൊണ്ട്, ആ രക്ഷകനെ നോക്കി പാർക്കുന്ന നമ്മിൽ നിന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ള ആ പഴയ ശൈലി, ആ സ്വയകേന്ദ്രീകൃത ജീവിതം, അത് മരിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വായിച്ചപ്പോൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ഒരു ധ്യാന ചിന്തയായിട്ട് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ വിഷയം നമുക്കറിയാം. അതിൽ 15-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യം നമുക്ക് വായിക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്നയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. ഇതാ, അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം പൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഓക്കെ, അമാലേക്കരെ നശിപ്പിക്കാനായിട്ട് ശൗലിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവം ശൗലിനോട് സംക്ഷിപ്തമായി പറഞ്ഞാൽ പൂർണ്ണമായി സംഹരിച്ച് കളയാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ശൗൽ അത് ചെയ്യുന്നില്ല. അവിടെ ശൗലിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്തതായിട്ട്, യുക്തി വർക്ക് ചെയ്തതായിട്ട് നാം കാണുന്നു. പ്രയോജനമുള്ളതെന്ന് അവൻ്റെ ചിന്തയിൽ, അവൻ്റെ ബോധ്യത്തിൽ, അവൻ്റെ യുക്തിയിൽ, അവൻ്റെ ലോജിക്കിൽ തോന്നിയതിനൊന്നും അവൻ നശിപ്പിച്ചില്ല. അപ്പോൾ അവൻ്റെ ചിന്ത ദൈവവചനത്തേക്കാൾ മുൻപിൽ വന്നത്, അവിടെ വായിക്കുന്നുണ്ട്, ദൈവവചനത്തെ അവൻ തള്ളിക്കളഞ്ഞു. അതാണ് സ്വയകേന്ദ്രീകൃത ജീവിതം. അതിനെ നമ്മൾ മരിപ്പിക്കണം. എങ്കിലേ നമുക്ക് കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ ഒരു സാദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശൗല് സ്വന്തം യുക്തി ദൈവവചനത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് അത് മത്സരത്തിലേക്ക്, അതുപോലെ തന്നെ വിഗ്രഹാരാധന, ഇവിടെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് സ്വയകേന്ദ്രീകൃത ജീവിതത്തിന് നമ്മുടെ ചിത്രമായിട്ട് എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒടുവിൽ യഹോവയുടെ വചനത്തെ തള്ളിക്കളയും. ഇത് ഇന്ന് നമ്മുടെ സഭകളിൽ കാണുന്ന ഒരു പ്രവണതയാണ്. നാം ഇടയ്ക്കിടയ്ക്ക് അത് വരാറുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ യുക്തി ദൈവവചനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള പല യുക്തികൾ അവർക്ക് ശരിയാണെന്ന് തോന്നുന്നത്, അത്യാവശ്യം പറയാനായിട്ടുള്ള ധൈര്യവും കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുക. അപ്പോൾ അതിന് വചനത്തിൽ അത്ര നിശ്ചയവും ഉറപ്പുമില്ലാത്തവർ അത് കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ അവരോട് നാം സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ വലിയ തെറ്റ് തിരിച്ചറിയാതെ പോകുന്ന അനേകരുണ്ട്. ദൈവവചനത്തിന് പകരം സ്വന്തം യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ
അങ്ങനെ സ്വന്തം യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവവചനത്തെ തള്ളിക്കളയുക. അങ്ങനെയുള്ളവർ മത്സരികളായിട്ട് മാറും. അവരുടെ ഹൃദയം കഠിനമുള്ളതായിട്ട് തീരും. അവരെ തിരുത്താനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ സഭയ്ക്ക് വളരെ വേദനയുള്ള അനുഭവങ്ങൾ ഉളവാക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ ഓർത്ത് നിരന്തരം കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിസ്തു ഭക്തന് അനുപേക്ഷണീയമായ കാര്യം എന്നുള്ളത് ഞാനിവിടെ സന്ദർഭവശാൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണോ ഞാനും നിങ്ങളും സ്വയകേന്ദ്രീകൃത ജീവിതത്തോട് നോ പറയാനായിട്ട് ഇടയായിട്ട് തീരണം? നമുക്കറിയാം, നമ്മളിപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് അത് സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിലെ ആഗ്രഹമാണത്. പക്ഷേ പലപ്പോഴൊക്കെ നമ്മളൊക്കെ അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ശൗലിൻ്റെ ഡിഗ്രി നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ സൂക്ഷിക്കുന്നത് എനിക്കും നിങ്ങൾക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നടപ്പ് സൂക്ഷിക്കണം. നടപ്പ് സൂക്ഷിക്കുന്ന ഒരുവന് മാത്രമേ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. നടപ്പ് എങ്ങനെയാണ് അത് മനസ്സിലായത്? നാം ഇപ്പോൾ പറഞ്ഞ അതേ പ്രയോഗങ്ങളിൽ നിന്നാണ് ഈ ആശയം ഞാൻ മനസ്സിലാക്കിയത്. അജ്ഞാനകാലത്തുണ്ടായ മോഹങ്ങളെ മാതൃകയാക്കിയുള്ള ഒരു നടപ്പായിരുന്നു നമുക്കുള്ളത്. അങ്ങനെയുള്ള നടപ്പ് കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും വരാം. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ള രീതിയിലുള്ള ജീവിതശൈലി കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും നമ്മിൽ വരാം. അതുകൊണ്ട് നമ്മുടെ നടപ്പ് നമുക്കറിയാലോ, അനുദിന ജീവിതം. അതുകൊണ്ട് നമ്മുടെ നടപ്പ് സൂക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇവിടെ നടപ്പ് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ നടപ്പിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് ദൈവം താൻ തന്നെയാണ്. ദൈവമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. നമുക്കൊരിക്കലും ആ തലത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. എന്നാൽ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള സത്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 കാര്യങ്ങൾ കൂടെ അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നടപ്പ് സൂക്ഷിക്കുന്നതോടുള്ള ബന്ധത്തിൽ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 16 അവസാനം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന പദം അത് തിരുവെഴുത്തുകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 17 വാക്യത്തിൽ നാം വായിക്കുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ. അപ്പോൾ ഈ പ്രവാസകാലത്തിൽ നാം ഈ പ്രവാസികളായി ഈ പ്രവാസകാലം നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പാതകൾ ചിലപ്പോഴൊക്കെ ഇരുളടഞ്ഞതായിട്ട് തീരാം. ചിലപ്പോൾ മങ്ങലേൽക്കാനായിട്ട് തീരാം. ഒരു മങ്ങലും നമ്മുടെ ജീവിതത്തിലൊക്കെ നേരിടാം. പല നിലകളിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അങ്ങനെ പാത മുന്നോട്ട് പോകാൻ ദുഷ്കരമായിരിക്കുമ്പോൾ ഇവിടെ നാം വായിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവെഴുത്തുകളെയാണ്. അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്തിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പാതയ്ക്ക് പ്രകാശം, കാലിന് ദീപമാണ്. അപ്പോൾ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഈ തിരുവെഴുത്ത് ഉണ്ട്. അങ്ങനെ ഈ പാതയ്ക്ക് പ്രകാശമായ ഈ തിരുവെഴുത്തുകളാൽ നടപ്പ് സൂക്ഷിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത്, ഇത് ധ്യാനചിന്തയാണ്. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എഴുതിയിരിക്കുന്നുവല്ലോ എന്ന പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എഴുതിയതുപോലെ ജീവിക്കുമ്പോൾ നടപ്പ് ശരിയായി തീരും.
എഴുതിയത് എങ്ങനെയാണ്? തിരുവഴുത്തുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലി ഞാനും നിങ്ങളും നയിക്കുമ്പോൾ നമ്മുടെ നടപ്പ് ശരിയായിട്ടുള്ളതാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒടുവിലായിട്ട് നാം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1:17 നാം വായിക്കുന്നത് എങ്ങനെയാണ്? മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഒടുവിലായിട്ട് ഭക്തിയോടെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഭയത്തോടെ കഴിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ 3-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കറിവുള്ള കാര്യങ്ങളാണെങ്കിലും പിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹം കൂടുകയില്ല, കുറയുകയില്ല. അതിൽ നാം സുരക്ഷിതരാണ്. ആ സുരക്ഷിതത്വ ബോധം നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ഈ മത്സരവും താരതമ്യവും അതുപോലെ തന്നെ ഞാനാണ് വലിയവൻ, ആരാണ് വലിയവൻ എന്നുള്ള ശ്രമിക്കുന്ന ഭാവങ്ങളൊക്കെ മാറാനായിട്ട് ഇടയായിട്ട് തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ 17-ാം വാക്യം വായിക്കുമ്പോൾ അതിനു നേരെ വിപരീതമാണോ എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രവാസകാലം മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിട്ട് നമ്മൾ ഒറ്റ വായനയിൽ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഭയം എന്ന് പറയുന്നത് ബഹുമാനത്തോടു കൂടിയ ആദരവാണ്. അനുദിന ജീവിതത്തിൽ നാം ഈ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ തുടരുമ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം അവനെ ഓരോ ദിവസവും അറിയുമ്പോൾ അവനോടുള്ള ആദരവും ബഹുമാനവും ഭയവും ബഹുമാനത്തിൽ നിന്നുയരുന്ന ആദരവോടുകൂടിയ ഭയവും ഭക്തിയും വർദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെ ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ മുഖപക്ഷമില്ലാത്തവനാണ്, അവൻ ന്യായം വിധിക്കുന്നവനാണ്. അപ്പോൾ അത് ഒരു ശിക്ഷയെ ഭയന്നുള്ളത് കൊണ്ടല്ല. നമുക്കറിയാം നാം മക്കളെയൊക്കെ ശിക്ഷിക്കുമ്പോൾ ഇവിടെ തന്നെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, പിതാവ് സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ ശിക്ഷയെ നാം ഭയക്കേണ്ടത് ആവശ്യമില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ശിക്ഷിക്കുന്നത്. മാത്രമല്ല പിതാവിൻ്റെ ഈ ശിക്ഷയെ അല്ലെങ്കിൽ ഈ ന്യായം വിധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം പേടിക്കേണ്ടതായിട്ടില്ല. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ടാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ പിതാവിനോടുള്ള നമ്മുടെ സമ്പർക്കം അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ, ദൈവത്തോടുള്ള ഓരോ ദിവസവും നാം സമയം ചെലവഴിക്കുന്നത്, അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഈ കർത്താവിനെ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ കർത്താവിനെ അറിയാൻ സാധിക്കുമ്പോൾ അവനോടുള്ള ഭക്തി വളരും, അവനോടുള്ള ആദരവ് വളരും. അവനെക്കുറിച്ച് അറിയും തോറും അവനോടുള്ള ബഹുമാനവും ആദരവും വളർന്ന് ആ രീതിയിലുള്ള ഒരു ഭയം നമ്മിലുണ്ടാകും. അങ്ങനെയുള്ള ജീവിതം കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറായി കൊണ്ടുവന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഒരു ക്രിയാപദമാണ് വിശുദ്ധരായിരിക്കുവിൻ, വിശുദ്ധിയുള്ളവരാകുവിൻ എന്നുള്ളത്. അപ്പോൾ ശുദ്ധിയുള്ള ഒരു ജീവിതത്തെയാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് ജീവിതം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. അവിടെ 1-ാം വാക്യത്തിൽ തന്നെ പ്രധാന ക്രിയാപദമായിട്ട് പറയുന്നത് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അതിനോട് ചേർന്ന് ബന്ധപ്പെട്ടുള്ള പാർട്ടിസിപ്പിൾസാണ് ഈ നിർമ്മതരാകുക, മനസ്സുറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ക്രിയാപദത്തിൽ ഫോക്കസ് ചെയ്തു. കർത്താവിൻ്റെ വരവിൽ ഞാനും നിങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഇവിടെ നാം ചിന്തിച്ചത്. മനസ്സുറപ്പിക്കണം, മനസ്സ് ലൂസാകാൻ സാധ്യതയുള്ളതാണ്. കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാൻ സാധ്യതയുള്ളതാണ്. മാത്രമല്ല സുബോധമുള്ളവരാകണം. സുബോധമില്ലെങ്കിൽ ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കാൻ സാധ്യതയുണ്ട്. സ്വയത്തെ മരിപ്പിക്കണം. സ്വയത്തെ മരിപ്പിച്ചില്ലെങ്കിൽ ശൗലിനെ പോലെ അധപതിക്കാനായിട്ട് ഇടയായിട്ട് തീരും. നടപ്പ് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഈ കർത്താവുമായി നിരന്തരം നാം സമ്പർക്കത്തിൽ വരുമ്പോൾ അവനോടുള്ള ഭക്തി വളരുവാനായിട്ട്, അങ്ങനെ വളരുമ്പോൾ
കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനും സാധിക്കും. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.